എൻ വിജയന്റെയും മകന്റെയും മരണത്തിൽ ഏതന്വേഷണവും നടക്കട്ടെ എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കെ.പി.സി.സിക്ക് പരാതി നൽകിയതായി അറിയില്ല. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും എന്ത് കാര്യമാണെങ്കിലും അന്വേഷിക്കാല്ല. അതിനെന്താ തീർച്ചയായിട്ടും അതെനിക്ക് അറിയില്ല, അതെനിക്കറിയത്തില്ല. അതറിയില്ല. എന്ത് കാര്യമാണെങ്കിലും അന്വേഷിക്കാം. ഞങ്ങളുടെ പാർട്ടിയിലൊന്നും ഞങ്ങളങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തൂല. ആരെങ്കിലും അതിൻ്റെ പുറകിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വന്നോട്ടെ കേട്ടോ, ഒരു കുഴപ്പമില്ല. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഇത്തരമൊരു സംശയത്തിന്റെ അടിസ്ഥാനം എങ്ങനെയാണ്? പ്രവിധ വിഷം കഴിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന എൻ വിജയനും മകൻ ജിജേഷും കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇതിൽ ദുരൂഹത ആരോപിക്കുകയാണ് CPIM പറയുന്നത് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമന തട്ടിപ്പിലെ രക്തസാക്ഷിയാണ് എൻ വിജയൻ എന്നാണ്. കോടിക്കണക്കിന് കോഴ വെട്ടിപ്പ്, അത്തരത്തിൽ പണമിടപാടുകൾ, സാമ്പത്തിക തിരിമറികളൊക്കെ നടന്നിട്ടുള്ളതാണ്. അത്തരത്തിൽ പരാതികൾ ഉയർന്നതാണ്. ഇത്തരം കോഴകളുടെ തട്ടിപ്പുകളുടെ ഒക്കെ ബലിയാടായി മാറുകയായിരുന്നു എൻ വിജയൻ. അതാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നും CPIM സുൽത്താൻ ബത്തേരി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം, ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം എൻ വിജയൻ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആത്മഹത്യാ ശ്രമം അറിഞ്ഞ് ഈ വീട്ടിലേക്ക് ആദ്യം എത്തുന്നത് ചില കോൺഗ്രസ് നേതാക്കളാണ്. ഈ കോൺഗ്രസ് നേതാക്കൾ ഈ ആത്മഹത്യാ കുറിപ്പ് ഒളിപ്പിച്ചോ അല്ലെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റിയോ എന്ന സംശയം അടക്കം നിലവിൽ CPIM ആരോപിക്കുന്നുണ്ട്. ഏതായാലും സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ നിയമനവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പരാതി ഉന്നയിച്ചിരുന്നോ? നിലവിൽ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചതായി നമുക്കറിവില്ല പ്രവിധ. പക്ഷേ നിലവിൽ CPM ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ തന്നെ ഈ രീതിയിലുള്ള ഈ കോഴത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട പലതരം ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണ്. അതിൽ മുൻപ് പരാതികൾ ഉയർന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് എൻ വിജയനെ തള്ളിവിട്ടത് അത്തരത്തിൽ ആ സമയത്ത് നടന്ന ചില സാമ്പത്തിക തിരിമറികളാണ്. അതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എൻ വിജയൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് വഴുതിപ്പോയത് തുടങ്ങിയ ആരോപണങ്ങളാണ് CPIM നിലവിൽ ആരോപിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട എൻ വിജയൻ തന്നെ KPCC നേതൃത്വത്തിന് ഒരു പരാതി നൽകി എന്നൊരു കാര്യം കൂടി, അത്തരത്തിലുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളെ കുറിച്ച് തനിക്കറിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നേരത്തെ മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യക്തമാക്കിയത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കൽപ്പറ്റയിലെ DCC ഓഫീസിൽ പൊതുദർശനം പൂർത്തിയാക്കി സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം മണിച്ചിറയിലെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നിലവിൽ ഉയരുന്ന ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. വയനാട് DCC ട്രഷററിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. അർബൻ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നിരുന്നുവെന്നുള്ള ആക്ഷേപം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഏത് അന്വേഷണവും നടക്കട്ടെ എന്നാണ് അതേസമയം പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.